म्यूजिक धमाका। Only on Radio Media Village. Okay, 90.8 Radio Media Village, ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മ്യൂസിക് ധമാക്ക സീനിയർ സീസൺ 6-ൽ ഇന്നിപ്പോൾ നമ്മൾ 2 റൗണ്ടുകൾ, അതിൽ ആദ്യത്തേത് സെമി ക്ലാസിക്കൽ റൗണ്ടാണ്. സെമി ക്ലാസിക്കൽ റൗണ്ടിലേക്ക് പാടാനായിട്ടുള്ള ആദ്യത്തെ കണ്ടസ്റ്റൻസ് ഇവിടെ റെഡിയാണ്. നമുക്ക് മഹേഷ് വി എം ആണ് നമുക്ക് ആദ്യമായിട്ട് പാടാനായിട്ട് ഈ വേദിയിലേക്ക് എത്തുന്നത്. മഹേഷിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. മഹേഷ് വി എം, 90.8 റേഡിയോ മീഡിയ വില്ലേജ്, ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മ്യൂസിക് ധമാക്ക സീനിയർ സീസൺ 6 സെമി ഫൈനൽ റൗണ്ടിൽ ആദ്യമായിട്ട് എത്തുന്നത് മഹേഷ് വി എം. മഹേഷ്, നമസ്കാരം. 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 എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. നല്ല വിശേഷം അല്ലേ? നമ്മൾ 2 റൗണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ സെമി ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് മ്യൂസിക് ധമാക്കയുടെ. 90.8 റേഡിയോ മീഡിയ വില്ലേജ്, ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മ്യൂസിക് ധമാക്ക സീനിയർ സീസൺ 6-ന്റെ സെമി ഫൈനൽ റൗണ്ടിലേക്ക് മഹേഷിന് സ്വാഗതം. സെമി ക്ലാസിക്കൽ റൗണ്ടിൽ ഏത് പാട്ടാണ് എടുത്തിരിക്കുന്നത്? രാമകഥ. രാമകഥ, ഭരതൻ സിനിമയിലെ കൈതപ്രം സാർ എഴുതി, ജോൺസൺ അല്ല രവീന്ദ്ര. ഓക്കെ, 90.8 റേഡിയോ മീഡിയ വില്ലേജ്, ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മ്യൂസിക് ധമാക്ക സീനിയർ സീസൺ 6-ൽ സെമി ഫൈനൽ റൗണ്ടിൽ പാടാനെടുത്തിരിക്കുന്നത് മഹേഷ് വി എം. നമുക്ക് പാട്ടിലേക്ക് പോകാം. രാമകഥ ഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ, ചുരിലയ സാഗരമേ. സാഗീതം പാടുകയാ ഹേ രാമ, കാതരയാ സാരികയാ സാഗീതം പാടുകയായി വീണ്ടും. രാമകഥ ഗാനലയം മംഗളവൻ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ. ആരണ്യകാണ്ഡം തേടി സീതാ ഹൃദയം തേങ്ങി, ആരണ്യകാണ്ഡം തേടി സീതാ ഹൃദയം തേങ്ങി. വാത്മീകങ്ങളിൽ ഏതോ താപസമൗനമുണർന്നു വീണ്ടും. രാമകഥ ഗാനലയം മംഗളമൻ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ.
സാരി സരി സരി സാരി സരി രി മദനി സരി ഗരി രി ഗരി രി ഗരി രി ഗരി ഗാഗരി രി ഗാഗരി സരി ഗ പദ 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 സാസ സാദ സാസ ദാദ മദനി സരി 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 സാരി ഗാഗരി രി ഗാഗരി മദനി ഇന്ദ്രധനുസ്തുകൾ നീട്ടി ദേവകളാദി നാമ ഗംഗയാട് രഘുപതി രാമജയം രഘുരാമജയം ശ്രീ ഭരതവാക്യ ബിന്ദു ചൂട് സോദര പാതുക പൂജയിൽ ആത്മപദ പ്രണവം വിടന്നുലഞ്ഞുലഞ്ഞ് സരയുകിൽ മന്ത്രമൃദംഗ തരംഗ സുഖം ശരവേഗ തീവ്ര താളമേകി മാരുതിയാ ജലതന്ത്ര സൂനധൂപദീപകലയ മന്ത്രയന്ത്ര തന്ത്ര കലിതമുണരു സാമഗാനലഹരിയോടെ അണയും രാമ ശ്രീരാമ രാമ രാമ 90.8 റേഡിയോ മീഡിയ വില്ലേജ് ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മ്യൂസിക് ധമാക്ക സീനിയർ സീസൺ 6-ൽ ഇപ്പോൾ പാടിക്കഴിഞ്ഞത് മഹേഷ് വിയമാണ്. മഹേഷ് പ്രൊഫഷണലി പാട്ടുകൾ പോകുന്നുണ്ടോ? എങ്ങനെയാണ് ഗാനമേളയിലേക്ക് പോകുന്നുണ്ട്, പാടാൻ പോകുന്നുണ്ട് അല്ലേ? എത്ര വർഷമായി ഇപ്പം മ്യൂസിക് തുടങ്ങിയിട്ട്? അങ്ങനെ പറയരുത്, ചെറുപ്പത്തിൽ ഇങ്ങനെ പാട്ടൊക്കെ പാടി നടന്നു കഴിഞ്ഞു, പിന്നെ അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ജീവിത പ്രാരാബ്ദമൊക്കെ ആയി നടന്നു കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ ഇപ്പൊ വീണ്ടും ഒന്നുകൂടെ. ഇനി എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് പോകാം. ജഡ്ജ്മെന്റിന് മുമ്പായിട്ട് നമുക്ക് പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് മഹേഷ് പാടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സ്വന്തമായിട്ട് എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? അത്യാവശ്യം പാടി. എന്തായാലും ഒരുപാട് സന്തോഷം. അനിൽ സാർ എങ്ങനെയാണ്? സാർ മഹേഷ് എന്താ സാറ്റിസ്ഫൈഡ് ആണോ പാട്ട് പാടിയതിൽ? സ്വന്തമായിട്ട് ജോബി ചോദിച്ചതുപോലെ സംതൃപ്തനാണോ? കുഴപ്പമില്ല. എനിവേ പിന്നെ ടോട്ടലി മൊത്തത്തിൽ നന്നായിരുന്നു കേട്ടോ, വളരെ മനോഹരമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സെമി ക്ലാസിക് റൗണ്ടാണ്. നമുക്കറിയാം കൈതപ്പുറം രവീന്ദ്ര മാഷ്, കെ ജെ യേശുദാസിൻ്റെ ഒരു ആത്രയങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഭയങ്കര ഒരു കാലത്തെ പിന്നെ ഭയങ്കര ടഫ് സോങ്, ഡിഫിക്കൽട്ടാണ് പാടാൻ. ഓൺ ദ സ്റ്റേജിൽ പാടി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അത് എടുത്തതിൽ നിങ്ങളെ ആദ്യം തന്നെ കൺഗ്രാലേറ്റ് ചെയ്യുന്നു. പിന്നെ ഈ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടി ഞങ്ങളെ ആശ്വസിപ്പിച്ച വളരെ സന്തോഷം. അതുപോലെ തന്നെ ഇത് ചെറിയ ഫസ്റ്റ് ആലാപ ഹമ്മിങ് ഇല്ലേ, അവിടേക്ക് ചെറിയ ഒരു സ്ലൈറ്റ് സ്ലിപ്പ് ഇല്ല സാറേ. അപ്പം പിന്നെ അതേപോലെ ഗമകം ഒത്തിരിയുള്ള പാട്ടായത്. ഇത് സംഗതികൾ എന്ന് പറയുമ്പം ഈ പാട്ടിൽ കൂടുതൽ ഗമകമാണ്. പിന്നെ ഈ പാട്ട് നിങ്ങൾക്കറിയാം, പിന്നെ ഇത് ഒരു രാഗത്തെ ബേസ് ചെയ്തിട്ടുള്ള പാട്ട്. രാഗവേദമെന്നൊക്കെ അറിയാമോ? ഇത് അത്യാവശ്യമൊക്കെ അറിയത്തുള്ളൂ അല്ലേ? ഇത് പ്രധാനമായിട്ടും ശുഭബന്ധുരളി രാഗത്തിൻ്റെ ഒരു ടച്ചസോട് കൂടിയ പാട്ടാണ്. പിന്നെ മെച്ചപ്പെട്ട വോയിസിൻ്റെ ഉടമയാണ് കേട്ടോ, നല്ല വോയിസാണ് അല്ലേ സാറേ? നല്ല വോയിസാണ്. താങ്ക് യു. നല്ല അതൊരു വലിയ ഘടകം തന്നെയാണ് പാട്ടിനെ സംബന്ധിച്ചിടത്തോളം. വോയിസാണല്ലോ പ്രധാനപ്പെട്ടത്. പിന്നെ സ്വരങ്ങൾ പാടിയപ്പോഴേ കുറച്ചുകൂടെ ശുദ്ധത ഉണ്ടാവണം. പിന്നെ ആദ്യത്തെ ഹമ്മിങ് ഒരു ചെറിയ സ്ലിപ്പ് ഉണ്ടായിരുന്നു. ബാക്കി ടോട്ടലി മൊത്തത്തിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ നമുക്ക് ജിജിൻ സാറിലേക്ക് പോകാം. സാറ് മഹേഷിൻ്റെ പാട്ടിനെ കുറിച്ച് ആദ്യമായിട്ട് ഈ പാട്ട് സെലക്ട് ചെയ്തതിന് നമസ്കാരം. സെലക്ട് ചെയ്യുന്ന വലിയൊരു കൺഗ്രാറ്റ്സ്. എന്താണെന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. സെമി ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ ആദ്യമേ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു രാമകഥ അല്ലേ, അല്ലെങ്കിൽ എഴുത്തുകൾ, അങ്ങനെ കുറേ പാട്ടുകളാണ്. അപ്പോൾ ഇത് നമുക്ക് കേൾക്കുന്ന പോലെ അത്ര എളുപ്പമായിരിക്കത്തില്ല. ബട്ട് കൺട്രോൾ നന്നായിട്ട്, ശ്വാസം എനിക്ക് തോന്നുന്ന അവസാനത്തെ ഭാഗം സ്വരങ്ങളും സാഹിത്യമായിട്ടുള്ള ഭാഗം പാടുമ്പോൾ നന്നായിട്ട് ശ്വാസം നന്നായിട്ട് കൺട്രോൾ ചെയ്യേണ്ടതാണ്. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഭാഗം. പിന്നെ സാറ് പറഞ്ഞ പോലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഭാഗം നല്ല വോയിസ് ഉണ്ട്, നല്ലൊരു വോയിസ് ഉണ്ട്. പിന്നെ നല്ല റേഞ്ചുണ്ട്, മേലോട്ടൊക്കെ പാടാൻ ഈസി ആയിട്ട് പറ്റുന്നുണ്ട്. ഹൈ ഒക്കെ നന്നായിട്ട് പോയി. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ശ്രദ്ധിക്കേണ്ട ഭാഗം ആദ്യത്തെ ആലാപിൻ്റെ ഭാഗവും പിന്നെ സ്വരങ്ങളുടെ ചെറിയ സ്ലിപ്പുമാണ്. പിന്നെ ഗമകങ്ങൾ, ഈ ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പക്ക ഗമകങ്ങളുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒഴുകി ഇങ്ങനെ അതിൻ്റെ ഗമങ്ങൾ ആ ഈടായിട്ട് കിട്ടണമെങ്കിൽ ഇച്ചിലൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ നന്നായിട്ട് പാടാൻ പറ്റും കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ മഹേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ കുറിക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. നമുക്ക് ഇതിൻ്റെ അവസാനം വരെ എത്താൻ സാധിക്കട്ടെ എന്ന് വളരെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ് കേട്ടോ.